നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിന് നവകേരള സദസ്സിന്റെ മണ്ഡലതല സംഘാടക സമിതിയുടെ കൺവീനർ ശ്രീമതി ദീപ്തി KS, ഡെപ്യൂട്ടി കളക്ടർ ശ്രീമതി ദീപ്തി KSനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ചാത്തന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷത്തിലൂടെയാണ് നാം ഇന്നിവിടെ കടന്നു പോകുന്നത്. കേരളത്തിൻ്റെ സമഗ്ര വികസനം സാധ്യമാക്കി മുന്നേറുന്ന ഭരണ സംവിധാനം പൂർണ്ണമായും ചാത്തന്നൂരിൻ്റെ മണ്ണിലേക്ക് എത്തിച്ചേരുന്ന ഏറ്റവും സവിശേഷമായ ഒരു അനുഭവമാണ് ഇന്നിവിടെ സാധ്യമാവുന്നത്. ഭൂരഹിതരില്ലാത്ത കേരളം മുൻനിർത്തി തുടക്കം കുറിച്ചിട്ടുള്ള പട്ടയ മിഷൻ, ഭവനരഹിതർക്കായി നടപ്പിലാക്കിയിട്ടുള്ള ലൈഫ് മിഷൻ പദ്ധതി, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞം, ആർദ്ര മിഷൻ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ഹരിത കേരള മിഷൻ പദ്ധതി, വിവിധ ക്ഷേമ പെൻഷനുകൾ, ആരോഗ്യ മേഖലയിലെ മുന്നേറ്റം എന്നിവയ്ക്ക് പുറമെ നവകേരള സൃഷ്ടിക്കായുള്ള വികസന ആശയങ്ങൾ ജനങ്ങളിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കുന്നതിനും അവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഭരണനിർവഹണം മെച്ചപ്പെടുത്തി കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കുന്നതിന് സഹായകരമായ പദ്ധതികൾ ആവിഷ്കരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമായിട്ടാണ് കേരള സർക്കാർ നവകേരള സദസ്സ് ആവിഷ്കരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട മന്ത്രിമാരും കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ജനങ്ങളുമായി നേരിട്ട് സംവദിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഈ ജനസമ്പർക്ക പരിപാടി നവകേരള സദസ്, നവകേരള സൃഷ്ടിക്കായി ജനാധിപത്യത്തിന്റെ ഒരു പുതിയ മുഖം തുറന്നുകൊണ്ട് ഒരു ജനാധിപത്യ ഗവൺമെന്റ് എങ്ങനെയായിരിക്കണമെന്ന് അക്ഷരാർത്ഥത്തിൽ ജനാധിപത്യ സമൂഹത്തെ ബോധ്യപ്പെടുത്തി. ഒരു ജനാധിപത്യ ഗവൺമെന്റ് എപ്പോഴും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ആകുമ്പോഴാണ് ആ ഗവൺമെന്റ് ഞങ്ങളുടേത് എന്ന ജനങ്ങൾ വിലയിരുത്തുന്നത് എന്ന യാഥാർത്ഥ്യം ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളോട് സംവദിച്ച് ജനാധിപത്യ ഗവൺമെന്റിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സമൂർത്തങ്ങളായ നിർദ്ദേശങ്ങൾ ജനങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ഒപ്പം ജനങ്ങളുടെ നിവേദനങ്ങൾ ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ട് ആ നിവേദനങ്ങൾ വരും കാലത്ത് നിയമനിർമ്മാണങ്ങൾക്കും ചട്ടനിർമ്മാണങ്ങൾക്കും വഴിവെളിച്ചമാകും എന്ന ബോധ്യത്തോടെ ഏറ്റവും ജനകീയമായി സംഘടിപ്പിക്കുന്ന നവകേരള സദസ്സാണ് ഇവിടെ ചാത്തന്നൂരിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നൊക്കെ ഇടതുപക്ഷ സർക്കാരുകൾ കേരളത്തിൽ ഭരണം നടത്തി അന്നൊക്കെ വികസന പ്രവർത്തനങ്ങളുടെ പെരുമഴ കേരളത്തിൽ ഉണ്ടായി. ക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാ നിലയിലും ബഹുമാനിയായ 2 മുൻ മന്ത്രിമാരും ഒരു മുൻ MLAയും ഒക്കെ ഇവിടെ പരിപാടിയിലെത്തിയിരുന്നു എന്നുള്ളത് വളരെ ആവേശിക്കുന്നു. ദേശീയപാത വികസനം നിങ്ങൾ നേരിട്ട് അനുഭവിക്കുകയാണ്. കൺമുമ്പിലൂടെ ഒരു നാട് വികസിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കും. കൊല്ലം ബൈപ്പാസ് മുതൽ സംസ്ഥാന സർക്കാരിന്റെ നിസ്സഹകരണം കാരണം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാകില്ല എന്ന് തീരുമാനം ചർച്ച ചെയ്തു. അപ്പൊ ഭൂമി ഏറ്റെടുക്കലാണ് ഒരു പ്രധാനപ്പെട്ട ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ പണം നൽകാൻ വേണ്ടി സാധ്യമാകാത്ത സ്ഥിതി കേന്ദ്ര സർക്കാർ അറിയിച്ചു. നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇന്ത്യയിൽ ജനസാന്ദ്രതയേറെയുള്ള സംസ്ഥാനങ്ങളുടെ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ അത് ഏറെ മുൻപന്തിയാണ് കേരളം. ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ദേശീയ ശരാശരിയുടെ 3 ഇരട്ടിയാണ്. 300 ജില്ലയാണ് ദേശീയ ശരാശരി. ഭൂമി അത്ര എളുപ്പത്തിൽ നമുക്ക് കേരളത്തിൽ ഏറ്റെടുക്കാനാകില്ല. കാരണം ഭൂമി കുറവാണ്, ജനസംഖ്യ കൂടുതലാണ്. വ്യവസായ വകുപ്പ്, റവന്യൂ വകുപ്പ്, വൈദ്യുതി വകുപ്പ്, വനം വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ
ഇടയ്ക്കിടെ ഇതിന്റെ യോഗം നടത്തും. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു എന്ന ദിനപത്രം എഴുതി എന്ന സർവ്വസാധാരണ പ്രവൃത്തിയെക്കുറിച്ചും കേരളത്തെ പ്രകീർത്തിച്ചു. മഹാരാഷ്ട്രയിൽ നിന്നും ആരംഭിച്ച് കർണാടക വഴി കേരളത്തിലൂടെ തമിഴ്നാട്ടിലെത്തുന്ന മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും മുൻകൈയാണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഇംഗ്ലീഷ്. കാണാനുള്ള സമയമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, നമുക്കറിയാം. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. 606 കോടി രൂപ ഈ കൊല്ലം ജില്ലയിൽ മാത്രം ഭൂമി ഏറ്റെടുക്കൽ, ഇതുപോലെ നിരവധി പദ്ധതി. നവകേരള സമ്മാനം ചാത്തന്നൂരിന് സമ്മാനിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വേദിയിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ ഏറെ സന്തോഷമുണ്ട്. സ്വാഗതം ചെയ്യുന്നതും ഈ ഗവൺമെന്റിന്റെ മുഖമായ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ മേന്മ വെളിപ്പെടുത്തിക്കൊണ്ടാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെ നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലെ ഒരു പൊതുവിദ്യാലയത്തിൽ കോഴിപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ 1ാം ക്ലാസ്സുകാരനായ ഒരു കുട്ടി, മലയാളം മീഡിയത്തിൽ പഠിച്ച 1ാം ക്ലാസ്സുകാരനായ ഒരു കുട്ടി VK മഹേശ്വർ കോഴിപ്പാട് ഗവൺമെന്റ് LPSൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ജൂലൈ 11 മുതൽ മഹേശ്വർ പരിചയപ്പെട്ട അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഡയറി എഴുതാൻ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ അമ്മയുടെ സഹായത്തോടെയും സെപ്റ്റംബർ മുതൽ സ്വതന്ത്രമായും മഹേശ്വർ ഡയറി എഴുതി. നവംബർ മാസമായപ്പോൾ പതിവായി ഡയറി എഴുതി 100 ദിവസങ്ങൾ പൂർത്തിയാക്കി. മഹേശ്വർ കണ്ട കാര്യങ്ങൾ കൗതുകവും ജിജ്ഞാസയും നിറഞ്ഞ കുഞ്ഞു വലിയ കാര്യങ്ങൾ നിറച്ച ഡയറി കുറിപ്പുകളായി മാറി. എന്റെ ഓമന ദിവസങ്ങൾ എന്ന പേരിൽ പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. സുജി പബ്ലിക്കേഷൻ അത് പുസ്തകമായി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ കോഴിപ്പാട് LPSലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട VK മഹേശ്വർ ഒരു ഗ്രന്ഥകാരനായി മാറിയിരിക്കുകയാണ്. 6 വയസ്സുകാരൻ. അഭിമാന നിമിഷമാണ് പൊതുവിദ്യാലയത്തെ സംബന്ധിച്ച്. ആ വിദ്യാർത്ഥിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ചാത്തന്നൂരിന്റെ വരവേൽപ്പ് നൽകുന്നതിന് അതിൽ ബഹുമാനപൂർവ്വം സ്വീകരിക്കാൻ സ്വീകരണം ഏറ്റുവാങ്ങാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും സ്വീകരിക്കുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട VK മഹേശ്വറിനെയും ക്ഷണിക്കുകയാണ്. ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്ഷണിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദമാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട് എത്തി നിൽക്കുന്ന നില, അതോടൊപ്പം നാടിൻ്റെ മുന്നേറ്റത്തിന്
സ്വീകരിക്കുന്ന നടപടികൾ ഇത് ജനസമക്ഷം അവതരിപ്പിക്കുക. അതോടൊപ്പം നാടിൻ്റെ മുന്നേറ്റത്തിന് സ്വീകരിക്കുന്ന നടപടികൾക്ക് വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. ആ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് സഹായിക്കേണ്ടവരാണ്, കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കുക. ഇതിനാണ് ഞങ്ങൾ ഈ നവകേരള സദസ്സ് സംഘടിപ്പിച്ചത്. നമ്മുടെ മുന്നേറ്റത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ചെയ്തികളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയുക, ഈ ആവശ്യം ഇതിൻ്റെ ഭാഗമായി ഉയർത്തുന്നുണ്ട്. പക്ഷേ എല്ലാവരും കൂടി ഒന്നിച്ച് നടത്തുക എന്താണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. जी